എക്സാമിൻ്റെ ഡയറക്റ്റ്ലി പ്രൊപ്പോഷണലാണ് നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇന്ന് എന്നെ ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, മിസ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മിസ്സിന് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന്. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ഇന്നും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇന്നും ടെൻഷനുണ്ട്, നാളെയും ടെൻഷനുണ്ട്. എക്സാമിന് എടുക്കുന്നതനുസരിച്ച് എനിക്ക് ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അത് എനിക്കെന്നല്ല, പ്രായഭേദമന്യേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും എക്സാം വരുന്നതനുസരിച്ച് ടെൻഷൻ കൂടും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അത് നോർമലാണ്. ഓക്കെ, കുറച്ച് ടെൻഷൻ വേണം, എങ്കിൽ മാത്രമേ നമ്മൾ ആ ടെൻഷൻ കൊണ്ട് പഠിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ടെൻഷൻ അടിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾ ഒരിടത്തും എത്തി നിൽക്കാത്ത കുട്ടികളായിക്കോട്ടെ, ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടി നിൽക്കുന്ന കുട്ടിയായിക്കോട്ടെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന കുട്ടിയായിക്കോട്ടെ, നിങ്ങൾക്ക് ഞാനൊരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടൈം ടേബിൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണാം. ഓക്കെ, എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഡോക്ടർ ഗോപിക, യുവർ ക്വാറന്റൈൻ ടീച്ചർ. നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടൈം ടേബിൾ പറയാം കേട്ടോ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ, ഇതെങ്ങനെയാണ് ഈ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഉറങ്ങുന്ന സമയത്തല്ല, ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ പിറ്റേ ദിവസം ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് എഴുതി വയ്ക്കുക. ഇപ്പം ഞാൻ ടൈം ടേബിൾ തരുന്നുണ്ട്, ആ ടൈം ടേബിളിനനുസരിച്ച് തന്നെ അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഈ എഴുതി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ തന്നെ ആ ഒരു എഴുതി വെച്ച് ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും എഴുന്നേറ്റ ഉടനെ തന്നെ, അറ്റ്ലീസ്റ്റ് എഴുന്നേറ്റ ഉടനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം, എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ കുറച്ചൊന്ന് പഠിക്കുന്ന എന്തെങ്കിലും തലേദിവസം വായിച്ചതോ എന്തെങ്കിലും ഒന്ന് വായിക്കുക. ഒരു അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ, അല്ലെങ്കിൽ 15 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റ് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. കാരണം നമ്മൾ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഇപ്പം കഴിച്ച് കുടിച്ച് പല്ല് തേച്ച് പല്ല് തേച്ചിട്ട് കഴിച്ച് കുളിച്ച് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴത്തേനും ചിലപ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ അതിന് പകരം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായി ഒരു 10-15 മിനിറ്റ് ഒന്ന് വായിച്ചിട്ട് നമ്മൾ പിന്നെ ഒന്ന് പതുക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വന്നിട്ട് നമുക്ക് പിന്നെ ഇരിക്കാനായിട്ടൊരു കണ്ടിന്യൂറ്റി കിട്ടും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. അന്നത്തെ ദിവസം ഒരു എനർജി നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കണമെന്നുള്ളതാണ്. അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും പഠിക്കാം, പക്ഷേ നിങ്ങൾ മിനിമം 10 മണിക്കൂർ ഇനി മുതൽ പഠിച്ചു തുടങ്ങണം. ഓക്കെ, അത് ചിലപ്പോൾ ആദ്യത്തെ തവണ പറ്റണമെന്നില്ല. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു 5 മണിക്കൂറാണ് പഠിച്ചതെങ്കിൽ നാളെ ഒരു 5.5 മണിക്കൂറാക്കുക, അത് 6 ആക്കുക, 6.5 ആക്കുക, അങ്ങനെ കൂട്ടി 10+ അവേഴ്സ് നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യുക, പറ്റുന്ന അത്രയും ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പല കുട്ടികളും ഇന്ന് അവർക്ക് പഠിക്കാൻ ഭയങ്കര ലോഡ് കൂടുതലായത് കാരണം തന്നെ ഉറക്കം കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവരടുത്ത് പറയാനുള്ളത്, നിങ്ങൾ MBBS കയറുമ്പോൾ ഓക്കെ കുഴപ്പമില്ല. MBBS കഴിഞ്ഞിട്ട് എന്നെ പോലെ PG പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 19 സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, എക്സാമിൻ്റെ എൻട്രൻസ് പ്രിപ്പറേഷനിൽ. ആ എക്സാം പ്രിപ്പറേഷനിൽ നിങ്ങൾ 19 സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 മണിക്കൂർ ഉറങ്ങുള്ളൂ? ഇല്ല, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ബേസിക്കലി നിങ്ങൾ വേറെ ഒന്നും വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബ്രെയിനിനെ നിങ്ങൾ വിശ്വസിക്കണം. സ്വന്തം ബ്രെയിനിന് കുറച്ച് വളമൊക്കെ കൊടുത്താൽ മാത്രമേ അത് തിരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റേ എക്സാം ഹാളിൽ ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കുമ്പോഴത്തേനും ബ്രെയിൻ സിനിമ പാട്ട് പാടിത്തരും. ഓക്കെ, അത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. കുറച്ച് എനർജി ഇല്ലാതെ പുറത്തോട്ട് എടുക്കാൻ പറ്റുന്ന ഓർമ്മ അത് മാത്രമേ ബ്രെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കൊടുക്കണം. എന്ത് കാര്യം ആയിക്കോട്ടെ, എത്ര പഠിക്കാനുണ്ടോ ആയിക്കോട്ടെ, മിനിമം 7 മണിക്കൂർ ഉറങ്ങുക. ഓക്കെ, 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ എന്തായിരുന്നാലും ഉറങ്ങുക. ഓക്കെ, അതിൽ കൂടുതൽ നിങ്ങൾ കുറയ്ക്കാൻ നിൽക്കരുത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് എനിക്ക് ഒരുപാട് കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഈ നീറ്റ് എക്സാം എഴുതുന്ന പകുതി മുക്കാൽ കുട്ടികളോടൊത്തും എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു തരട്ടെ. വേറൊന്നും ചെയ്യണ്ട. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പോകുന്നുണ്ടെങ്കിൽ തിരിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് തിരിച്ച് വരുമല്ലോ. ആ വരുന്ന സമയത്ത് നിങ്ങളൊരു 10 MCQs ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 MCQs ചെയ്യുക, അല്ലെങ്കിൽ ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിലൊരു ചുമ്മാ ഒരു പേജ് എടുത്തിട്ട്, റാൻഡം ആയിട്ടൊരു പേജ് എടുത്തിട്ട് ഒരു കുഞ്ഞ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾ എത്ര തവണ ഓവർ തിങ്ക് ചെയ്യുന്നു, അതിന് ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പാരഗ്രാഫ് വായിച്ചെങ്കിലും നോക്കും. അപ്പോൾ ഞാൻ ബയോളജി എടുത്ത് പറയാൻ കാരണം ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പാസീവ് റീഡ് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കും, ഞാനിത് ഓവർ തിങ്ക് ചെയ്ത സമയത്ത് വായിച്ചത് ബയോളജിയിലെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ വരും, കണക്ട് ചെയ്തിങ്ങനെ ഓർമ്മ വരും. അപ്പോൾ
അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് കാര്യമാണ്, അതിൽ നിന്നൊരു പോസിറ്റീവ് സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കണ്ട സംഭവം ഇതാണ്. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് ഞാനും ചെയ്യാം, അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല ഇന്ന് മുതൽ. ഓക്കെ, കാരണം നിങ്ങൾ എൻ്റെ ടൈം ടേബിളാണ് ഫോളോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്, നിങ്ങൾക്ക് എന്താണോ കോമ്പാറ്റബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ ഫോളോ ചെയ്യാം. അതിപ്പോൾ എൻ്റെ ടൈം ടേബിൾ ആണെങ്കിലും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു എൻ്റെ ടൈം ടേബിളാണ് ഫോളോ ചെയ്യുന്നത്, എൻ്റെ ടൈം ടേബിളാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അത് കോമ്പാറ്റബിൾ, ഞാൻ കോമ്പാറ്റബിൾ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോമ്പാറ്റബിൾ ആണെങ്കിൽ മാത്രം അത് ഫോളോ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ടൈം ടേബിൾ ഉണ്ട്, അത് ഫോളോ ചെയ്യുക, അത് കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ തന്നെ പഠിക്കുന്ന മെത്തേഡ്സുകളാണെങ്കിൽ ചില കുട്ടികൾ ചില ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും പഠിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാവണമെന്നില്ല. നിങ്ങളുടെ പല കുട്ടികളുടെ റിയൽ ലൈഫിൽ നടക്കുന്നൊരു കാര്യമാണിത്. കാരണം ഇന്ന് ഞാനെപ്പറ്റി സംസാരിച്ചായിരുന്നു ഒരു കുട്ടിയുടെ അടുത്ത്, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പല കുട്ടികളും പല രീതിയിലും പഠിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ആ കുട്ടികൾക്ക് അതായിരിക്കും കുറച്ചുകൂടെ പറ്റുന്നത്. ഓക്കെ, അത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തോന്നണമെന്നില്ല. ദയവേത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, പക്ഷേ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയ്യോ ഇനി സമയമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും എനിക്ക് ആദ്യം നിങ്ങളടുത്ത് പറഞ്ഞു തരാനുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി മെയിൻ സാധനം വരുന്നത്, മെയിൻ കാര്യം. അപ്പോൾ മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് മെൻറ്ററിനെയാണോ ട്രസ്റ്റ് ചെയ്യുന്നത്, ഞാനും ഉണ്ട് സൈഡിൽ കൂടെ പോട്ടെ. അപ്പോൾ എന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താണോ നിങ്ങൾക്ക് പഠന സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഏത് മെൻറ്റർ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഏത് മെൻറ്റർ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കാരണം അവർ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യം ഉണ്ടാവും. ഓക്കെ, അത് ആരാണെങ്കിലും ശരി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ 3 സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, 3 സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്. ഇതിൽ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് ചിലപ്പോൾ സമയമില്ലാത്തത് കാരണം ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഷോട്ട് വീഡിയോസുകൾ കാണാം, റിവിഷൻ ക്ലാസ്സസ് കാണാം. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തീർന്നു എന്ന് വിചാരിക്കരുത്. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് MCQs കൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സുകൾ ഉണ്ടായി വരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഷോർട്സുകൾ വൺ ഷോർട്സ് വീഡിയോസ് കണ്ടിട്ട് ക്ലാസ്സസ് കണ്ടിട്ട് അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് ലോങ് വീഡിയോസുകൾ കാണാം, ലോങ് ക്ലാസ്സസുകൾ കാണണം. ഓക്കെ, അത് കാണാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നു നിങ്ങൾക്ക് സമയമില്ല അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് 1 ഷോട്ട് വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചുമ്മാ ഇരുന്നത് കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതിൽ നിന്ന് MCQs ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ലോങ് വീഡിയോസ് കണ്ടാലേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് കാണൂ. കാരണം നമുക്ക് മാർക്ക് വേണം, അത്രേ ഉള്ളൂ. നമ്മൾ എങ്ങനെ എത്തുന്നു, അല്ലെ നമ്മൾ എവിടെ കൂടി എത്തുന്നു, നമ്മൾ എങ്ങനെ എത്തുന്നു എന്നുള്ളതല്ല, നമ്മളവിടെ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ടാർഗറ്റിൽ നിങ്ങൾ എത്തിച്ചേരണം. അത് എങ്ങനെ എത്തുന്നു എന്നുള്ളത് ഇവിടെ ആരും നോക്കുന്നില്ല. നിങ്ങളുടെ എന്താ പറയുക, നമ്മുടെ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ആൻസർ ഉണ്ടാവണം, അത്രേ ഉള്ളൂ നമ്മുടെ ആവശ്യം. അതിന് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് കാണാം. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ ആ ക്ലാസ്സസ് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് NCERT ആ സെയിം ചാപ്റ്റർ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. ചുമ്മാ പാസീവ് റീഡ് ചെയ്ത് പോവുക. ഓക്കെ, കെമിസ്ട്രിയിലാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വായിച്ചു നോക്കാനൊക്കെ ഉണ്ട്, അത് വായിച്ചു നോക്കുക. ഫിസിക്സിൽ അത്രയും കാര്യങ്ങൾ NCERTയിൽ പഠിക്കാനില്ല, കാര്യങ്ങൾ NCERT സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടൊന്നും കാര്യങ്ങളില്ല, പക്ഷെ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണമെന്നുള്ളതാണ്. കാരണം NCERT കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തിലോട്ടും പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റാണ്. എത്ര തവണ ചെയ്ത് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും 2 മുതൽ 3 തവണ ചെയ്ത് പഠിച്ചോളൂ, ഒരു നഷ്ടവുമില്ല നിങ്ങൾക്ക്. കാരണം ഇതിൻ്റെ തന്നെ പാറ്റേണിൽ തന്നെ വേറൊരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ വലിയ ബുക്കൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് 100, 150, 200, 300 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്ര പറ്റുന്നോ അത്രയും ചെയ്യാം. കാരണം എന്താ പറയുക, നാടോടുമ്പോൾ നടുവേ ഓടുമ്പോൾ അതെങ്ങനെ പറയണേ, അത് വേണ്ട, അത് വിട്ടേക്ക്, ആ സാധനമല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എന്താ പറയുക, എല്ലാവരും ഇത്രയും ചെയ്യണമെന്നല്ലേ ഞാൻ എന്താ ഉദ്ദേശിച്ചത്, അത് വിട്ടേക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് അടുത്ത് പറയാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളിലൊക്കെ എക്സാം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിൽ
ആ വൺ ഷോട്ട് വീഡിയോ ലോങ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചുമ്മാ ഒന്ന് റിവ്യൂ ചെയ്യുക. ഓക്കെ, അതായത് പണ്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും സബ്ജക്റ്റ് വൈസിൻ്റെ, അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അത് ജസ്റ്റ് ചുമ്മാ ഒന്ന് റിവ്യൂ ചെയ്ത് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫിസിക്സ് കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ ബയോളജിയുടെ കാര്യം പറയുകയാണ്. ബയോളജി ഞാൻ നിങ്ങളെ NCERT അല്ലാതെ വേറെ ഒന്നും ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ പോകുന്നില്ല. കാരണം നമുക്ക് NCERT മതി. NCERT കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് വരുന്ന നമുക്ക് ആ 4-5 ക്വസ്റ്റ്യൻസിൻ്റെ പുറകെ പോകാം. ഇപ്പോൾ നമുക്ക് NCERT മതി. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് NCERT. ആദ്യം കുട്ടികൾ ചോദിക്കുന്നത് NCERTയുടെ എല്ലാ ലൈനും പഠിക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. NCERTയുടെ എല്ലാ ലൈനുകളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. NCERTയിലെ ഓരോ പേജുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് അതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാം, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ MCQs ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നമുക്ക് നാളെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് അസേർഷൻ റീസൺ ആയിട്ട് വരാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അത് നമുക്ക് ഒരുപാട് ആ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള MCQs ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലായിക്കോളും ബയോളജിയിൽ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്താൽ പോരെ. അല്ലാതെ ഓരോ ലൈനുകളും നിങ്ങൾ വായിച്ച് നിങ്ങൾ എത്ര തവണ വായിച്ചിട്ട് നിങ്ങൾ എത്ര ഓർത്തിരിക്കും? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾ NCERT ചാപ്റ്റർ ഇപ്പം ഞാൻ കൊടുക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകാം. ഞാൻ +1 +2 മിക്സ് ചെയ്തിട്ടുള്ള ടൈം ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ആക്കാനും നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഈസി ആയിട്ട് ഫീൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടൈം ടേബിൾ ഞാൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഓരോ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മളൊരു റിവിഷൻ ഡേ ആണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 ചാപ്റ്റർ റിവൈസ് ചെയ്യാനുള്ള ടൈമാണ്. റിവൈസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ NCERT ഒന്ന് മറിച്ച് നോക്കുക, അതുപോലെ തന്നെ ആ ചാപ്റ്റേഴ്സിൻ്റെ MCQസും ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഈ ടൈം ടേബിൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രി അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബയോളജി നിങ്ങൾ സ്വാഭാവികമായിട്ടും പല കുട്ടികളും സമയം കുറച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബയോളജി അല്ലേ സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ വെച്ചാൽ ബയോളജിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരുപാട് കുട്ടികൾക്ക്, ഞാൻ കാണുന്ന ഒരുപാട് കുട്ടികൾക്ക് 250, 225 ഇതൊക്കെയായിരുന്നു റേഞ്ച് വന്നുകൊണ്ടിരുന്നത്. 215, 215 അതൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ബയോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അത് എൻ്റെ ക്ലാസ്സാണ്, ഞാൻ എടുക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ചാപ്റ്റർ ഒരു 1 to 2 hours 2 hours നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്രയും ഷോർട്ടാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ടാക്കി എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കുക, ഈ ഷോർട്ടാക്കിയല്ലേ എടുത്തിരിക്കുന്നത്, ഇതിനകത്ത് എന്തോ ഉണ്ടായിരിക്കുന്നത്? ഇതിനകത്ത് റിച്ച് ഇൻഫോർമേഷനാണ്. അതായത് നമ്മളത്രേ ഉള്ളൂ, നമ്മൾ പഠിക്കുകയാണെന്ന് നമ്മൾ അറിയത്തില്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഠിച്ചു പോകും. അങ്ങനത്തെ രീതിയിലൊരു പല കാര്യങ്ങൾ നമ്മുടെ നിമോണിക്സ് നമ്മൾ മറന്നുപോണ കാര്യങ്ങൾ, നിങ്ങൾ അങ്ങനത്തെ ഡെയിലി ലൈഫിലുള്ള നമ്മുടെ പല കോമഡി കാര്യങ്ങൾ അങ്ങനത്തെ യൂസ് ചെയ്തിട്ട് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ പഠിച്ചു പോകുന്ന തരത്തിൽ നിങ്ങളൊരാൾ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേഗം മനസ്സിലാക്കാൻ പറ്റും അല്ലേ? സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നാളെ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇന്ന് CID മൂസ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത് പോയി ചോദിക്കുമ്പോഴത്തേനും ആ CID മൂസയിലെ ആ BGM എന്തായിരുന്നു? അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയും ആ ട്യൂണ് നിങ്ങൾ തന്നെ വരും. നിങ്ങൾ ഒരു ദിവസമായിരിക്കും ആകെ ഒറ്റ തവണ ആ സിനിമ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാണ് ഓർമ്മ വരുന്നത്? കാരണം അത് അത്രയും നിങ്ങൾക്ക് ഉള്ളിൽ എവിടെയോ നിങ്ങൾക്ക് എന്താ ഒരു നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലത് പതിഞ്ഞു പോയി അല്ലേ? അതേ സെയിം സംഭവം തന്നെയാണ് ഞാനിവിടെ ക്ലാസ്സിൽ എടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ അത്രയും എഫേർട്ട് ഇടാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എത്രയൊക്കെ ഇൻഫർമേഷൻസ് എനിക്ക് തിരികെ വെക്കാൻ പറ്റുമോ അത്രയൊക്കെ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയോ, ഈ ഞാൻ പഠിപ്പിക്കുന്ന അത്രയും മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി പുറത്തുനിന്ന് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കേണ്ടത്. കാരണം ഞാൻ പഠിപ്പിക്കുന്ന സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ തന്നെ അത് പഠിച്ചേ പറ്റത്തുള്ളൂ. അതിൽ വേറെ ഒരു വിട്ടുവീഴ്ചയില്ല. ആ സാധനം പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ പുറത്തുനിന്നുള്ളത് പഠിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബൗൺസർ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കണക്കിന് എന്ത് വേണോ പുറത്തുനിന്ന് പഠിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന കാര്യം, ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോ NCERT ഹൈലൈറ്റ്സും നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എന്ത് വേണോ ചെയ്തോ, ആ ഒരു NCERT ഞാൻ പഠിപ്പിക്കുന്ന ആ ഒരു സംഭവം നിങ്ങൾ ഹൈലൈറ്റ്സും നിമോണിക്സും വെച്ചു നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ചാപ്റ്ററിൻ്റെ MCQസും PYQസും നിങ്ങളൊരു 50 എണ്ണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് ബുക്ക് വേണോ
എന്ത് വേണോ വായിക്കാം, അതുവരെ ഞാൻ സമ്മതിക്കത്തേ ഇല്ല. ഓക്കെ, വേറെ ഒരു ബുക്ക് വായിക്കാൻ ഞാൻ ആദ്യം സമ്മതിക്കത്തില്ല. NCERT പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വേറെ ബുക്ക് നോക്കാം. അതിനുള്ള സമയമുണ്ടോ? അതിനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, കാരണം നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കണ്ടേ, നിങ്ങൾക്ക് അതിന് കുറച്ച് സമയം വേണ്ടേ, നിങ്ങൾക്ക് ബയോളജിക്ക് സ്കോർ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്മാർട്ട് സ്റ്റഡി ചെയ്യണ്ടേ. അതാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ നോക്കിയതിന് ശേഷം മാത്രം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. കാരണം ചിലപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, ചിലപ്പോൾ മനസ്സിലാകണമെന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് www.yourquarantineteacher.com എടുക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യുവർ ക്വാറന്റൈൻ ടീച്ചർ നോക്കുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നോക്കുക. വെബ്സൈറ്റിൽ നോക്കിയതിന് ശേഷം അതിനകത്ത് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡെമോ ക്ലാസ്സസ് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് കണ്ടു നോക്കുക. എനിക്ക് ഓർമ്മയില്ല, അനിമൽ കിങ്ഡം ത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ, ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ ഫ്രീ ഫോർ എവരി വൺ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഞാൻ ഉദ്ദേശിച്ചിരുന്ന ക്ലാസ്, എനിക്ക് കിട്ടേണ്ട ക്ലാസ് ഇതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട സമയം. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു കാര്യം കൂടെ നിങ്ങളത് പറയാനുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ UPR കോഴ്സ് എടുക്കുന്ന സമയത്ത്, ലാസ്റ്റ് ടൈം മീൻസ് ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് ന്യൂ ബാച്ച് എടുക്കുന്ന സമയത്ത് ഞാൻ ക്ലോസ് ചെയ്യാനാണ് ഇരുന്നത്. അതായത് ഇനി ഒരുപാട് സ്റ്റുഡൻസ് വേണ്ട, കാരണം എൻ്റെ എക്സാമും അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് പറ്റുന്നില്ല ഉള്ള എല്ലാവരെയും മാനേജ് ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ പറ്റി വരത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഒരുപാട് കുട്ടികൾ അപ്പോഴും ജോയിൻ ചെയ്തത് കാരണം എനിക്ക് പിന്നെ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് എൻ്റെ എക്സാം പോസ്റ്റ്പോൺ ആയി, ഇന്നല്ല, അതായത് ഇപ്പോൾ എൻ്റെ എക്സാം പോസ്റ്റ്പോണ്ട് ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എങ്കിലും എനിക്ക് ചിലപ്പോൾ ഒരുപാട് കുട്ടികളെ എന്താ പറയുക മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് എനിക്ക് അറിയത്തില്ലാത്തത് കാരണം ഞാൻ 100 സ്ലോട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. 100 സ്ലോട്ട്സ് കംപ്ലീറ്റ് ആകുന്നതുവരെ ഞാൻ മാക്സിമം നോക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ ബൈ ഡോക്ടർ ഗോപികയിൽ ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ആരെയും ജോയിൻ ചെയ്യാൻ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യത്തുമില്ല, അനുവദിക്കാനും ചാൻസ് ഇല്ല. ഓക്കെ, അത് വേറൊന്നും കൊണ്ടല്ല. ഒന്ന്, ഒരുപാട് സ്റ്റുഡൻസിനെ നമുക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്ക് പേഴ്സണലി മാനേജ് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, അത് എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. കാരണം എല്ലാവരുടെയും ഡൗട്ട്സുകൾ ഉണ്ടാവും, എല്ലാവർക്കും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനും മാനേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എനിക്ക് കുറച്ച് ടൈം ഉണ്ട്. എൻ്റെ എക്സാം പോസ്റ്റ്പോണ്ട് ആയി, അപ്പോൾ എനിക്ക് കുറച്ച് ടൈം ഉണ്ട്. നിങ്ങളുടെ എക്സാം കഴിഞ്ഞ ശേഷമാണ് എൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ടൈം ഉള്ളത് കാരണം ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക തോന്നൽ വന്നത്. അപ്പോൾ അത് കാരണമാണ്. പക്ഷേ ഒരുപാട് കുട്ടികൾ എനിക്ക് പറ്റത്തില്ല, വെരി സോറി. അപ്പോൾ ആദ്യത്തെ 100 സ്റ്റുഡൻസ് പ്ലീസ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ ആർക്ക് വേണോ ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡെമോ ക്ലാസ് വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഡൗട്ട്, എന്താണ് നിങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി അറിയേണ്ടത്, നിങ്ങളുടെ കാര്യം ഞാൻ കേട്ടിട്ട് കാര്യം പറഞ്ഞു തന്നിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒട്ടും ഇപ്പോൾ ലേറ്റ് അല്ല. ബട്ട് നിങ്ങൾ ഫെബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ലേറ്റ് ആണ്. ആൻഡ് ഒരു 100 സ്റ്റുഡൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കും പാടാവും, അതും ലേറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യാം. പിന്നെ ഈ ടൈം ടേബിൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഞാൻ ഉണ്ടാക്കിയൊരു ടൈം ടേബിളാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിക്സ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ടൈം ടേബിളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞു, UPR കോഴ്സിനകത്താണെങ്കിൽ നമ്മൾ 1 to 2 hours നമ്മൾ ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചില ചാപ്റ്റേഴ്സുകൾ വരുന്നത് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്, ചിലത് 1 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഒരു ദിവസം 2 മണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലേ? അങ്ങനത്തെ പറ്റായികയില്ല. ബയോളജിക്ക് വേണ്ടിയിട്ട് 2 മണിക്കൂർ എന്തായിരുന്നാലും നിങ്ങൾ മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടൈം ടേബിൾ ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ PDF ആയിട്ട് ഇവിടെ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇട്ടേക്കാം. എന്തെങ്കിലും ഞാൻ ഇത് ചെയ്തേക്കാം കേട്ടോ. ടെലഗ്രാം ആണെങ്കിൽ ഞാൻ ടെലഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാം. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇടയ്ക്ക് നമ്മുടെ UPR കോഴ്സിൽ തന്നെ നമ്മുടെ ചാപ്റ്ററല്ല സബ്ജക്റ്റ് +1 തീരുമ്പോൾ നമ്മൾ എൻഡ് ടെസ്റ്റ് പോലെയൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടുന്ന ടൈമിൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറയാ, എക്സാം അറ്റൻഡ് ചെയ്യാൻ പേടിയാണ്, ടെൻഷൻ കാരണം ചെയ്യുന്നില്ല എന്ന്. അത് നിങ്ങൾ അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേടി ഇപ്പോൾ തന്നെ മാറ്റുക. കാരണം പേടി കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ചാലേ നിങ്ങളുടെ ആ ധൈര്യം നിങ്ങൾക്ക് മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നേടിയെടുക്കാതെ ഇവിടെ നിന്ന് നമ്മൾ പോകത്തുമില്ല. അല്ലേ അങ്ങനെയല്ലേ?
സോ അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഇതിൽ ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയില്ല. ഇന്ന് മുതൽ നമ്മൾ മാറി, ടോട്ടലി മാറി. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഒരു പുതിയൊരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഓരോ ദിവസവും നിങ്ങളുമായിട്ടുള്ളൊരു യുദ്ധമാണ് നടത്തേണ്ടത്. നിങ്ങളും വേറൊരാളുമായിട്ട് യുദ്ധം നടത്തിയിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളെ തന്നെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഫൈനലി നമുക്ക് റിസൾട്ട് ഉണ്ടാവണം. നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ടാവണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. സോ അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് ഇത്രയും പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.